അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അദ്ദർസു സാനി വൽ ഇഷ്റൂൻ, 22ാമത്തെ പാഠം. ഇതും ഒരു സംഭാഷണമല്ല, ഒരു പാരഗ്രാഫാണ്. ഹാമിദുൻ തബീബുൻ, ഹാമിദ് ഒരു ഡോക്ടറാണ്. സൗജത്തുഹു മുദർരിസത്തുൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ അധ്യാപികയാണ്. സൗജത്തു ഹു, അദ്ദേഹത്തിൻ്റെ ഭാര്യ. ഹു എന്ന് പറഞ്ഞാൽ അവൻ, അവൻ്റെ ഭാര്യ അഥവാ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇണ. മുദർരിസത്തുൻ, അധ്യാപികയാണ്. ഇസ്മുഹ, അവളുടെ പേര് ആമിനത്തു, ആമിനയാണ്. അപ്പോൾ ഇവിടെ ആമിന മുഅന്നസാണ്. അധികം മുഅന്നസും താ കൊണ്ടാണ് അവസാനിപ്പിക്കുക. കെട്ടുള്ള താ, അതിന് താ മർബൂത്ത എന്ന് പറയും. അതിന് തൻവീൻ ഉണ്ടാവില്ല. ഓക്കെ, ബുദ്ധിയുള്ളത്, അതിന് തൻവീൻ ഉണ്ടാവില്ല. അപ്പോൾ ആമിനത്തു. അപ്പോൾ ഇത് മംനൂഉൻ മിനസ് സർഫാണ്, തൻവീൻ ഇല്ലാത്തൊരു പദമാണ്. ഹാമിദുൻ ലഹു അർബഅത്തു അബ്നാഇൻ, ഹാമിദ് അദ്ദേഹത്തിനുണ്ട് 4 മക്കൾ, ആൺകുട്ടിയോട്. ഹും, അവരാരൊക്കെ? അവർ ഹും ഹംസത്തു വ ഉസ്മാനു വ അഹ്മദു വ ഇബ്രാഹിമു. അവർ ഹംസയാണ്, ഉസ്മാനാണ്, അഹ്മദാണ്, ഇബ്രാഹിമാണ്. അപ്പോൾ ആ 4 മക്കളെ പേര് പറയാണ്. അപ്പോൾ ഇതൊക്കെ മംനൂഉൻ മിനസ് സർഫാണ്. ഇതൊക്കെ ആണുങ്ങളെ പേരാണ്, തൻവീനില്ലാത്ത. ഒരിക്കലും തൻവീൻ ഉണ്ടാവില്ല. ഒന്ന് ഹംസത്തു, ആടെ മുഅന്നസിൻ്റെ അടയാളായ താവും വന്നിട്ടുണ്ട്. ചിലപ്പം ആണുങ്ങൾക്കും മുഅന്നസിൻ്റെ അടയാളായ താ വരാം, ഹംസത്തു. പിന്നെ ഉസ്മാനു, അഹ്മദു, ഇബ്രാഹിം ഒക്കെ മംനൂഉൻ മിനസ് സർഫാണ്, തൻവീനില്ലാത്ത ഇസ്മുകളാണ്. അഹ്മദു വ ഹംസത്തു ത്വാലിബാനി, അഹ്മദും ഹംസയും വിദ്യാർത്ഥികളാണ്. അഹ്മദു ത്വാലിബുൻ മുജ്തഹിദുൻ, അഹ്മദ് നല്ല പരിശ്രമിക്കുന്ന വിദ്യാർത്ഥിയാണ്. വ ഹംസത്തു ത്വാലിബുൻ കസ്ലാനു, ഹംസ മടിയനായ ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ കസ്ലാനു ശ്രദ്ധിക്കുക, കസ്ലാനു തൻവീനില്ല. അപ്പോൾ അത് മംനൂഉം മിനസ് സർഫാണ്. ഖാല യൂസുഫ്, യൂസുഫ് പറഞ്ഞു, ഇന്ദി ഹംസത്തു അഖ്ലാമിൻ, എൻ്റെ അടുത്ത് 5 പേനകളുണ്ട്. ഹാദ കലമുൻ അഹ്മറു, ഹാദ ഇത് കലമുൻ പേന, അഹ്മറു ചുവപ്പ്, ഇത് ചുവന്ന പെന്നാണ്. വഹാദ കലമുൻ അസ്റഖു, ഇത് നീല പെന്നുമാണ്. അസ്റഖ് എന്ന് പറഞ്ഞാൽ നീല. വഹാദ കലമു അഖ്ദറു, ഇത് പച്ച പേനയാണ്. വഹാദ കലമുൻ അസ്വദു, ഇത് കറുത്ത പേനയാണ്. വഹാദ കലമുൻ അസ്ഫറു, ഇത് മഞ്ഞ പേനയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നിറങ്ങൾ പറഞ്ഞപ്പം മിക്കതും തൻവീനില്ലാത്ത പദങ്ങളായിരുന്നു, ഇസ്മുകളായിരുന്നു. അഹ്മറു ചോപ്പ്, അസ്റഖു നീല, തൻവീനില്ല. അപ്പോൾ എല്ലാം മംനൂഉൻ മിനസ് സർഫാണ്. അഖ്ദറു പച്ച, തൻവീനില്ല. അസ്വദു കറുപ്പ്, തൻവീനില്ല. അസ്ഫറു മഞ്ഞ, തൻവീനില്ല. അപ്പോൾ ഇവിടെ നമ്മൾ നിറങ്ങളും കുറച്ച് പഠിച്ചു. അഹ്മറു ചോപ്പ്, അസ്റഖു നീല, അഖ്ദറു പച്ച, അസ്വദു കറുപ്പ്, അസ്ഫറു മഞ്ഞ. ഖാലത്ത് സൈനബു, സൈനബു പറഞ്ഞു. ഓക്കെ, അപ്പോൾ സൈനബു നോക്ക്, തൻവീനില്ല. അപ്പം മംനൂഉൻ മിനസ് സർഫാണ്. ഇന്ദി മനാദീലു കസീറത്തുൻ, എൻ്റെ അടുത്ത് ധാരാളം ഹാങ്കർചീഫുകളുണ്ട്, ടവലുകളുണ്ട്. അപ്പം മനാദീലു ശ്രദ്ധിക്കൂ, മംനൂഉൻ മിനസ് സർഫാണ്, തൻവീനില്ല. ഹാദ അബിയതു, ഇത് വെള്ളയാണ്.
അപ്പോൾ തൻവീനില്ല. അബിയതു വെള്ള. വഹാദ അസ്ഫറു ഇത് മഞ്ഞയാണ്, തൻവീനില്ല. അസ്ഫറു. വഹാദ അഹ്മറു ഇത് ചോപ്പാണ്, തൻവീനില്ല. വഹാദ അസ്റഖു ഇത് നീലയാണ്, തൻവീനില്ല. വഹാദ അഖ്ദറു ഇത് പച്ചയാണ്. അപ്പോൾ ഇതൊക്കെ മംനൂഉൻ മിനസ്സർഫ്. കാലത്ത് ലഹ ഫാത്തിമ. ഫാത്തിമ അവളോട് പറഞ്ഞു. ആരോട്? സൈനബിനോട്. ഫാത്തിമ ശ്രദ്ധിക്കുക, മുഅന്നസാണ്, താൻ്റെ അടയാളമുണ്ട്, തൻവീനില്ല. സൈനബോ അവസാനത്തിൽ ബാ ആണ്, ശ്രദ്ധിക്കുക, മുഅന്നസാണ്, പക്ഷെ ബാ ആണ് അവസാനിക്കുന്നത്. പക്ഷെ എന്താ സാധാരണ മുഅന്നസ് അവസാനിക്കുക താ മർബൂത്ത കൊണ്ടാണ്, കെട്ടുള്ള താ. ഇപ്പോൾ ഫാത്തിമ പോലെ ഫാത്തിമത്തു, ആമിനത്തു നേരത്തെ വായിച്ച. പക്ഷെ സൈനബിന് താ ഇല്ല, സൈനബു. അപ്പോൾ താ ഇല്ലാണ്ട് മുഅന്നസ് വരാം, മുസക്കർ താ ഓടെ വരാം, അതാണ് ഹംസത്തു. പുല്ലിംഗം താ ഓടെ വരാം, ഹംസത്തു. സ്ത്രീലിംഗം താ ഇല്ലാണ്ടും വരാം, സൈനബു. അപ്പോൾ കാലത്ത് ലഹ ഫാത്തിമ, ഫാത്തിമ അവളോട് പറഞ്ഞു. ലഹ അവളോട്. ഇന്തക്ക മിന്ദീലുൻ അസ്വദു നിൻ്റെ അടുക്കൽ കറുത്ത ഹാങ്കർ ചീഫുണ്ടോ? കാലത്ത് അവൾ പറഞ്ഞു. ആര്? സൈനബു. ല ഇല്ല. മാ ഇന്ദി മിന്ദീലുൻ അസ്വദു എൻ്റെ അടുത്ത് കറുത്ത ഹാങ്കർ ചീഫില്ല. അപ്പോൾ മിന്ദീലുൻ ഏകവചനം എന്ന് പറഞ്ഞപ്പം ആ മിന്ദീലുൻ തൻവീനുണ്ട്. പക്ഷെ ബഹുവചനായപ്പം മനാദീലു, മുകളിൽ വായിച്ചല്ലോ, ഇന്ദി മനാദീലു കസീറത്തുൻ എൻ്റെ അടുത്ത് ധാരാളം ഹാങ്കർ ചീഫുകളുണ്ട്. ആ മനാദീലു എന്തായിരുന്നു? തൻവീൻ ഇല്ലാത്ത പദമാണ്, ജമ്മ്. ബഹുവചനായപ്പോൾ തൻവീന് പോയി. ഏകവചനായപ്പോഴോ മിന്ദീലുൻ തൻവീന് ഉണ്ട്. കാല ത്വൽഹത്തു ത്വൽഹ പറഞ്ഞു. അപ്പോൾ ഇതൊരു ആണിൻ്റെ പേരാണ്, സ്ത്രീലിംഗത്തിൻ്റെ അടയാളമായ താ വന്നിട്ടുണ്ട്, ത്വൽഹത്തു. ഇന്ദി മഫാത്തീഹു കസീറത്തുൻ എൻ്റെ അടുത്ത് ധാരാളം താക്കോലുകളുണ്ട്. അപ്പോൾ മിഫ്താഹുനാണ് ഏകവചനം, അതിന് തൻവീനുണ്ട്. പക്ഷെ മഫാത്തീഹു എന്ന് ബഹുവചനായപ്പോഴോ താക്കോലുകൾ തൻവീനില്ല. ഹാദാ മിഫ്താഹുൽ ഉർഫത്തി ഇത് റൂമിൻ്റെ താക്കോലാണ്. അപ്പോൾ ഇവിടെ മിഫ്താഹുൻ എന്തിനുകൊണ്ട് തൻവീന് പോയ? മിഫ്താഹുൻ തൻവീനുള്ള പദമാണ്. പക്ഷെ ഇവിടെ മിഫ്താഹുൽ ഖുർഫത്തി തൻവീൻ എന്തുകൊണ്ട് പോയി? മുലാഫായുണ്ട്, റൂമിൻ്റെ താക്കോൽ. കാരണം മുനാഫിന് തൻവീൻ ഉണ്ടാവില്ല. വഹാദ മിഫ്താഹുൽ ഹഖീബത്തി ഇത് ബാഗിൻ്റെ താക്കോലുമാണ്. വഹാദ മിഫ്താഹു സയ്യാറത്തി ഇത് കാറിൻ്റെ താക്കോലുമാണ്. കാല സുഫിയാനു സുഫിയാൻ പറഞ്ഞു. അപ്പോൾ സുഫിയാൻ എന്താ? തൻവീൻ ഇല്ലാത്തൊരു ഇസ്മാണ്. ഫി ബലദിന മസാജിദു വ മദാരിസു കസീറത്തുൻ നമ്മുടെ നാട്ടിൽ ധാരാളം മദ്രസകളും മസ്ജിദുകളുമുണ്ട്. ഫി ബലദിന നമ്മുടെ നാട്ടിൽ, മസാജിദുകൾ വ മദാരിസു സ്കൂളുകൾ മദ്രസകൾ കസീറത്തുൻ ധാരാളമുണ്ട്. അപ്പോൾ മസ്ജിദുൻ എന്ന തൻവീനുള്ള പദം അതിൻ്റെ ബഹുവചനായപ്പം മസാജിദു തൻവീന് പോയി. അവരെ മദ്രസത്തുൻ മദാരിസു എന്ന് പറഞ്ഞപ്പോൾ തൻവീന് പോയി. അപ്പോൾ ഫനാദിക്കു കലീലത്തുൻ കുറച്ച് ഹോട്ടലുകളും. അപ്പോൾ ഫനാദിക്കു എന്താണ്? ഫുന്ദൂക്കിൻ്റെ ബഹുവചനാണ്. അപ്പോൾ അതിന് തൻവീനുണ്ട്, ഏകവചനം. ബഹുവചനായപ്പോഴോ ഫനാദിക്കു തൻവീന് പോയി. ഹ ഉലായി അതിബ്ബാഉ ഇവർ ഡോക്ടർമാരാണോ? അപ്പോൾ അതിബ്ബാഉ തബീബിൻ്റെ ബഹുവചനാണ് അതിബ്ബാഉ. ആ ബഹുവചനത്തിന് എന്തില്ല? തൻവീന് ഇല്ല. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇവർ ഡോക്ടർമാരാണോ? ല അല്ല. ഹും മുദർരിസൂന അവർ അധ്യാപകരാണ്. വഹും ഉലമാഉ കിബാറുൻ അവർ വലിയ പണ്ഡിതന്മാരാണ്. അപ്പോൾ ആലിമുൻ്റെ ബഹുവചനാണ് ഉലമാഉ. ആലിമുൻ തൻവീനുണ്ട്, അതിൻ്റെ ബഹുവചനായപ്പോൾ ഉലമാഉ തൻവീന് പോയി. അപ്പോൾ ഈ ലെസണിൽ ഇതാണ് പ്രധാനമായിട്ട് പഠിപ്പിക്കുന്നത്. തീരെ തൻവീൻ ഇല്ലാത്ത പദങ്ങൾ അതിനെന്താ പറയുക? അൽ മംനൂഉ മിനസ്സർഫി. ബാറക്കല്ലാഹു ഫീക്കും.